ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ അനന്തമാഷിന്റെ വീട്ടിൽ വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മക്കളും മരുമക്കളും എല്ലാവരും കൂടി ഒത്തുചേർന്നിരിക്കുകയാണ്. സിംഗപ്പൂരുണ്ടായിരുന്ന മുത്തശ്ശിയും ലക്ഷ്മിയുടെ സഹോദരിയും എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരു ആഘോഷം ഉത്സവമായത് തന്നെയാണ്. ഇന്ദ്രൻ ഒഴികെയുള്ള എല്ലാ മരുമക്കളും അവിടെയുണ്ട്. അനുപമയാണെങ്കിലോ തലേന്ന് രാത്രി ഇന്ദ്രനെ സ്വപ്നം കണ്ടു. ഇന്ദ്രൻ വീട്ടിൽ വന്ന് വിഷുക്കോടി തരാൻ നോക്കിയതും രഘുവും വിനയനും കൂടി ചേർന്ന് പുറത്താക്കാൻ നോക്കിയതും അങ്ങനെയുള്ളതൊക്കെ കണ്ട് കുറച്ച് അസ്വസ്ഥമാണ് നമ്മുടെ അനുവിന്റെ മനസ്സിട്ടോ. എന്തായാലും നമ്മുടെ മഞ്ചാടിക്ക് വേണ്ടി കയ്യിൽ വെച്ചിരുന്ന ആ ഒരു സസ്പെൻസ് ഉണ്ടല്ലോ, വിഷുദിനത്തിൽ പൊട്ടിക്കുമെന്ന് പറഞ്ഞിരുന്നേ, അത് പൊട്ടിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് അനന്തമാഷ് മഞ്ചാടിയെ വിളിച്ചിട്ട് ആ കാര്യം പറയാൻ നിൽക്കുന്നത് കേട്ടോ. ഇതിനു മുന്നേ തന്നെ മഞ്ചാടി ജീവൻ രാജുമായിട്ട് രജിസ്റ്റർ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഫോർമാലിറ്റീസ് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മുടെ ശബരി മുഖാന്തരം വിനയനും അതേപോലെ തന്നെ ദാസങ്കളും ശബരിയും എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഇവര് എല്ലാവരും കൂടി രഘുവേട്ടനും അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഈ ഒരു എന്താ പറയാ വിഷുവിന്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ അനന്തമാഷിനെയും അത് മറ്റുള്ളവരെയൊക്കെ അറിയിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ്. വിഷു ആഘോഷത്തിന് മുന്നേ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷുവിന്റെ ആ ഒരു സന്തോഷമൊക്കെ അതോടെ നഷ്ടപ്പെടുന്നു കരുതിയിട്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത്. അങ്ങനെ അനന്തമാഷ് ആ ഒരു സസ്പെൻസ് പൊട്ടിക്കുകയാണ് കേട്ടോ. ഒരുപക്ഷെ ആ സസ്പെൻസ് കേട്ട് ജീവനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മഞ്ചാടി ചിലപ്പോൾ പിന്മാറാൻ വരെ സാധ്യതയുണ്ടെന്ന് ഇവർ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷെ ആ സസ്പെൻസ് പറയുന്നത് നമ്മുടെ മുത്തശ്ശിയുടെ കൂടെ വന്ന ആ ഒരു ആന്റിയാണ് കേട്ടോ. അവർ പറയുന്നത്, മഞ്ചാടി നിനക്ക് അച്ഛനൊരു സസ്പെൻസ് കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് ഞങ്ങൾ പറയട്ടെ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പം എന്താ പറയാ, മഞ്ചാടി ഇനി മുതൽ പഠിക്കാൻ പോകുന്നതേ ഇവിടെയല്ല സിംഗപ്പൂരിലാണ് എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടതും മഞ്ചാടി ഒഴികെ ബാക്കിയുള്ള എല്ലാവരുടെ മുഖത്തും വലിയ സന്തോഷമാണ് കേട്ടോ വന്നത്. പക്ഷെ മഞ്ചാടിക്ക് ആകെ വിഷമാണ് വന്നത്. സിംഗപ്പൂരിലോ? മഞ്ചാടിയുടെ മുഖത്ത് ഒരു തെളിച്ചില്ല. എന്താ മഞ്ചാടി, സിംഗപ്പൂരിൽ പോയിട്ട് പഠിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിന്റെ മുഖത്തൊരു തെളിച്ചില്ലല്ലോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. അനന്തമാഷ് പറയാണ്, മോക്ക് സന്തോഷമായില്ലേ? മോള് ആഗ്രഹിച്ചതല്ലേ, പുറത്തു പോയി പഠിക്കാനൊക്കെ താല്പര്യമുള്ള കുട്ടിയായിരുന്നല്ലോ നീ, പിന്നെന്താ ഒരു സന്തോഷക്കുറവെന്ന് കേട്ടോ. മഞ്ചാടി അവിടെ വെച്ച് ഒന്നും പറയുന്നില്ല കേട്ടോ. ഒരു എന്താ പറയാ, അതിനുശേഷം പിന്നീട് മഞ്ചാടി അനന്തമാഷിനോട് പറയാണ്, അച്ഛാ എനിക്ക് ഇവിടെ തന്നെ പഠിച്ചാൽ മതി, എൻ്റെ ഇവിടെയുള്ള സുഹൃത്തുക്കളുടെ കൂടെ ഇവിടെ തന്നെ അച്ഛൻ്റെയും എൻ്റെ ചേച്ചിമാരുടെയും ഒക്കെ കൂടെ തന്നെ നിന്ന് പഠിക്കാനാണ് എനിക്കിഷ്ടം, ഈ നാട് വിട്ട് പോകാൻ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ് മഞ്ചാടി പോവാണ് കേട്ടോ. മഞ്ചാടിയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ആയിരുന്നില്ല അനന്തമാഷ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഓപ്പർച്യൂണിറ്റികളെല്ലാം വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ് മഞ്ചാടി എന്നായിരുന്നു അനന്തമാഷ് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന വിദേശത്ത് ഉപരിപഠനം പൂർത്തിയാക്കാൻ കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരത്തെ മഞ്ചാടി വളരെയധികം സന്തോഷത്തിലായിരിക്കും സ്വീകരിക്കാന്നൊക്കെ അനന്തമാഷ് വെറുതെ പ്രതീക്ഷിച്ചു. മഞ്ചാടിയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായതോടുകൂടി അനന്തമാഷ് ആകെ ഡെസ്പായിട്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് മഞ്ചാടിയോടെ ഫോണിൽ കുത്തി കളിക്കുന്ന സമയത്താണ് നമ്മുടെ രഘുവേട്ടൻ അങ്ങോട്ട് ചെല്ലുന്നത് മഞ്ചാടീൻ്റെ അടുത്ത്. മഞ്ചാടി, നീ എന്താ അമ്മാവനോട് സിംഗപ്പൂരിൽ പഠിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞത്? അതിനെന്താ നിനക്ക് താല്പര്യമില്ലാത്തതെന്ന് കേട്ടോ. അതിൽ മഞ്ചാടി പറഞ്ഞു, എനിക്ക് ഇവിടെ നാട്ടിൽ തന്നെ പഠിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ടാന്ന് പറയാം കേട്ടോ. അതുകൊണ്ട് മാത്രമാണോ? അതെ, അതുകൊണ്ട് തന്നെയാന്ന് പറയാം കേട്ടോ. അപ്പം നമ്മുടെ രഘു കയ്യിലിരുന്ന ഫോൺ എടുത്തിട്ട് അതിൽ ഇവരുടെ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ആ ഒരു ഫോം ഉണ്ടല്ലോ, ഇവരുടെ ഫോട്ടോ ഒക്കെ ഇട്ടിച്ച് അവളുടെയും ജീവൻ രാജിൻ്റെയും, ആ ഫോണിൽ നിന്ന് ഇതെടുത്ത് ഇങ്ങോട്ട് മഞ്ചാടിനെ കാണിക്കാണ്. അല്ലാതെ ഇതുകൊണ്ടാണോ അല്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അത് കണ്ടതും നമ്മുടെ മഞ്ചാടി ഞെട്ടിപ്പോയിരിക്കുകയാണ് കേട്ടോ. രഘുവേട്ടൻ ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ള ആ ഒരു ഷോക്കിലാണ് കേട്ടോ. അത് രഘുവേട്ട, നീ ഒരക്ഷരം മിണ്ടിപ്പോരുത്. അല്ല മഞ്ചാടി, നീ ഇത്രയ്ക്ക് പൊട്ടിയായി പോയോ? ഒരിക്കൽ നിന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയ ഒരുത്തന്റെ കൂടെ തന്നെ അവനെ എന്ത് വിശ്വസിച്ചാ നീ അവന്റെ കൂടെ രജിസ്റ്റർ മാരേജിന് ഇറങ്ങി പുറപ്പെട്ട്? നീ ആരെയെ തോൽപ്പിക്കാൻ നോക്കുന്നത്? നീ ആരെയെ പറ്റിക്കാൻ നോക്കുന്നത്? അന്ന് അവന്റെ ആ ഒരു അവൻ നിന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചതിൽ നിന്ന് നിന്നെ ആത്മഹത്യയുടെ വക്കിലെത്തിയ നിന്നെ എങ്ങനെയെല്ലാമൊക്കെയോ രക്ഷിച്ചു കൊണ്ടുവന്ന് ഞങ്ങള്, നിന്റെ അച്ഛനെയോ നിന്റെ സഹോദരിമാരെയോ അതോ എന്നെയോ, നീ ആരെയും മഞ്ചാടി തോൽപ്പിക്കാൻ നോക്കുന്നത്? നീ ആരുടെ അടുത്തു നിന്നാണ് ഇതൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നത്? എന്നാൽ നിന്നെ കൊണ്ട് ഇത് എങ്ങനെ സാധിച്ചു? അവനെ നീ പിന്നെയും എങ്ങനെ വിശ്വസിച്ചു? എന്ത് ധൈര്യത്തിലാണ് മഞ്ചാടി നീ അവന്റെ കൂടെ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതെന്നെല്ലാം രഘു ചോദിക്കാണ്ടോ. അതിൽ മഞ്ചാടിക്ക് ഉത്തരമില്ലാതെയായി പോയെങ്കിലും അവള് പറഞ്ഞു, ജീവൻ ഇപ്പം പണ്ടത്തെ പോലെ ഒന്നല്ല, ജീവൻ ഒരുപാട് മാറിപ്പോയി. ഒരബദ്ധം പറ്റിയെന്ന് കരുതിയിട്ട് ഒരാൾക്ക് അയാളുടെ സ്വഭാവം മാറ്റില്ലെന്നൊന്നും ഇല്ലല്ലോ രഘുവേട്ടാന്ന് ചോദിക്കാട്ടോ. മഞ്ചാടി, നീ എന്തൊക്കെ പറഞ്ഞാലും അവനുമായിട്ടൊരു ബന്ധത്തിൽ നിന്റെ അച്ഛൻ സമ്മതിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? അത് നിനക്ക് ഉറപ്പില്ല, അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ ഒരു സാഹസത്തിന് പുറപ്പെട്ടതെന്നും കൂടി രഘുവേട്ടൻ ചോദിക്കാട്ടോ. മഞ്ചാടി ഉത്തരം മുട്ടി നിന്നുപോയി. നീ ഈ ബന്ധം ഇവിടെ വെച്ചു
ഉപേക്ഷിക്കുകയാണെങ്കിൽ, നിന്റെ അച്ഛൻ പറഞ്ഞ പോലെ സിംഗപ്പൂരിൽ പോയിട്ട് പഠിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം നിന്റെ സഹോദരിമാരും നിന്റെ അച്ഛനും അറിയാതെ ഒഴിവാക്കി വിടാം. അതല്ല ഈ ബന്ധുവായിട്ട് മുന്നോട്ട് പോകാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ, നീ അമ്മാവൻ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ എനിക്കിത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയേണ്ടി വരിക തന്നെ ചെയ്യും മഞ്ചാടി. മാത്രമല്ല, നീ ജീവൻരാജിനെ പിന്നെ കാണാനും പോകുന്നില്ല. ഒരിക്കലും നീയും അവനുമായിട്ടുള്ള ഒരു ബന്ധം ഞങ്ങൾ ആരും അംഗീകരിക്കാനും പോയില്ല എന്ന് പറയാട്ടോ. മഞ്ചാടി ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഒരിക്കൽ തന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ആ ഒരു ജീവൻരാജിനെ തന്നെ താൻ ജീവിതത്തിലേക്ക് തെരഞ്ഞെടുത്തതിനെ അനുകൂലിക്കാൻ ഒരാൾ പോലും തന്റെ കുടുംബത്തിൽ ഉണ്ടാവില്ല എന്ന് മഞ്ചാടിക്ക് നേരത്തെ ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു രജിസ്റ്റർ മാരേജിന് മഞ്ചാടി ഇറങ്ങി തിരിച്ചതും. എന്തായാലും വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.